Dear students, now we are discussing another important ratio in our syllabus, activity ratio. Activity ratios are also termed as turnover ratios. This area is very important for you, and in a big problem, essay problem, this area will become a part. The two important ratios to be identified are liquidity ratios and activity ratios. Okay, then let us move to the area activity ratio or turnover ratio. ഈ റേഷ്യോക്ക് പല പേരുകളുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ആക്ടിവിറ്റി റേഷ്യോ, ഇറ്റ് ഈസ് കോൾഡ് എഫിഷ്യൻസി റേഷ്യോ, ഇറ്റ് ഈസ് കോൾഡ് ടേൺ ഓവർ റേഷ്യോ, ഇറ്റ് ഈസ് കോൾഡ് കറണ്ട് അസറ്റ് മൂവ്മെൻറ്റ് റേഷ്യോ, ഇറ്റ് ഈസ് കോൾഡ് പെർഫോമൻസ് റേഷ്യോസ്. അപ്പോൾ ഇങ്ങനെ 5 പേരിൽ അറിയപ്പെടുന്ന റേഷ്യോ ആണ് ആക്ടിവിറ്റി റേഷ്യോസ്. ഇറ്റ് ഷോസ് ദ എഫിഷ്യൻസി ഇൻ യൂസ് ഓഫ് കറണ്ട് അസറ്റ്സ്. ഈ ഒരു റേഷ്യോ മെഷർ ചെയ്യുന്നത് കറണ്ട് അസറ്റ് ഉപയോഗിക്കുന്നതിലുള്ള എഫിഷ്യൻസിയാണ്. അതുകൊണ്ടാണ് ഇതിനെ കറണ്ട് അസറ്റ് മൂവ്മെൻറ്റ് റേഷ്യോസ് എന്ന് പറയുന്നത്. ടേൺ ഓവർ റേഷ്യോ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കറണ്ട് അസറ്റുകൾ ടേൺ ചെയ്തുകൊണ്ടിരിക്കുന്ന റേഷ്യോ. നമ്മുടെ ഡെറ്റർ, ക്രെഡിറ്റർ, സ്റ്റോക്ക് അല്ലെങ്കിൽ ബിൽസ് റിസീവബിൾ, ഇങ്ങനെയുള്ള കറണ്ട് അസറ്റുകളുടെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട റേഷ്യോ ആണ് നമ്മൾ ആക്ടിവിറ്റി റേഷ്യോ ഓർ ടേൺ ഓവർ റേഷ്യോസ്. ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ നമ്പർ ഓഫ് ടൈംസ്. നമ്മളിപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ കഴിഞ്ഞ റേഷ്യോയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും നമ്പർ ഓഫ് ടൈംസിലാണ് ഇത് എക്സ്പ്രസ് ചെയ്യുന്നത്. 2, 3, 4 എന്ന് പറയുന്ന 2 times, 3 times, 4 times രീതിയിലാണ് നമ്മൾ ഇതിൻ്റെയും ആൻസേഴ്സ് എക്സ്പ്രസ് ചെയ്യുന്നത്. ദ ഇമ്പോർട്ടൻ്റ് ആക്ടിവിറ്റി റേഷ്യോസ് ഓർ ടേൺ ഓവർ റേഷ്യോസ് ആർ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സ്റ്റോക്ക് ഒരു കറണ്ട് അസറ്റാണ്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട റേഷ്യോ ആണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. നെക്സ്റ്റ് ഡെറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഡെറ്റേഴ്സിൻ്റെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട റേഷ്യോ ആണ്. ദെൻ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റുമായി ബന്ധപ്പെട്ട റേഷ്യോ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ, ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ദീസ് ആർ ഇമ്പോർട്ടൻറ്റ് ടേൺ ഓവർ ഓർ ആക്ടിവിറ്റി റേഷ്യോസ്. ദ ഫസ്റ്റ് റേഷ്യോ ഈസ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇറ്റ് മെഷർ ദ നമ്പർ ഓഫ് ടൈംസ് സ്റ്റോക്ക് ടേൺസ് ഓവർ ഇൻ ടു ക്യാഷ് ഇൻ എ ഇയർ. ഒരു വർഷം നമ്മൾ വാങ്ങുന്ന സ്റ്റോക്ക് റോ മെറ്റീരിയൽ വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗുഡ്സ് വാങ്ങിക്കഴിഞ്ഞാൽ അത് വിറ്റ് ക്യാഷായി നമ്മുടെ കയ്യിലെത്തണം. ഇത് എത്ര തവണ ടേൺ ചെയ്യുന്നു? ഇപ്പോൾ നമ്മൾ ഒരു തവണ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നു, അത് വർക്ക് ഇൻ പ്രോഗ്രസ്, ഫിനിഷ്ഡ് ഗുഡ്സ്, അക്കൗണ്ട് റിസീവബിൾ, ഡെറ്റേഴ്സ്, ദെൻ ക്യാഷ്, ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് വരണം. ഇങ്ങനെ ഒരു വർഷം എത്ര തവണ നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കുകൾ കൺവേർട്ട് ചെയ്തു വരുന്നു എന്ന് മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് ദ ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻറ്ററി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്താണെന്ന് നമുക്കറിയാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേഷൻ സമയത്ത് ഐഡൻറ്റിഫൈ ചെയ്ത ഒരു ഐറ്റമാണ്. ഒന്നുകിൽ നമുക്കിങ്ങനെ സിംപിളി നെറ്റ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് കാണാം. കാരണം നെറ്റ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതുപോലെ തന്നെ നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് ഗ്രോസ് പ്രോഫിറ്റ്. നമുക്കറിയുന്നതാണ്. ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഇപ്പോൾ ഈ രൂപത്തിലൊക്കെ നമുക്ക് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. ആവറേജ് ഇൻവെൻറ്ററി എന്ന് ഉദ്ദേശിക്കുന്നത് ആവറേജ് സ്റ്റോക്കാണ്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെയും ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെയും ആവറേജ് എടുക്കുക. സോ മറ്റൊരു ഇക്വേഷൻ നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻറ്ററി എന്നാണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസ് പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു നെറ്റ് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ്. ഇങ്ങനെ ഒരു ഇക്വേഷനിലൂടെ നെറ്റ് സെയിൽസും ഗ്രോസ് പ്രോഫിറ്റും തന്നു കഴിഞ്ഞാലും നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാണാം. ആവറേജ് സ്റ്റോക്ക് ഉദ്ദേശിക്കുന്നത് ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ഈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ പറയുമ്പോൾ
നെക്സ്റ്റ് ഒരു ടേം കൂടി നമ്മൾ പറയുന്നു, സ്റ്റോക്ക് വെലോസിറ്റി. സ്റ്റോക്ക് വെലോസിറ്റി ഈസ് ഓൾസോ കോൾഡ് സ്റ്റോക്ക് ടേൺ ഓവർ പീരീഡ്. നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമ്മൾ പറഞ്ഞു നമ്പർ ഓഫ് ടൈംസിലാണ് എക്സ്പ്രസ് ചെയ്യുക. ഒരു വർഷം എത്ര തവണ ടേൺ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു വർഷം നമ്മൾ വാങ്ങുന്ന സ്റ്റോക്ക് അത് ക്യാഷായിട്ട് 2 തവണയെ ടേൺ ചെയ്യുന്നുള്ളൂ എങ്കിൽ ദാറ്റ് 2 times ഈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഹിയർ ഇറ്റ് ഈസ് സ്റ്റോക്ക് വെലോസിറ്റി, ദാറ്റ് ഈസ് സ്റ്റോക്ക് ടേൺ ഓവർ പീരീഡ്. ഒരു വർഷം 2 തവണ ടേൺ ചെയ്യുമെങ്കിൽ എത്ര സമയമെടുക്കും? ഒരു തവണ ടേൺ ചെയ്യാൻ 6 മാസം എടുക്കും അല്ലേ? ഒരു വർഷം 2 തവണയെ ടേൺ ചെയ്യുന്നുള്ളൂ. സോ ഒരു തവണ ടേൺ ചെയ്യാൻ 6 മാസം എടുക്കും. അങ്ങനെയാണെങ്കിൽ 6 മന്തിനെയാണ് നമ്മൾ സ്റ്റോക്ക് വെലോസിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ പീരീഡ്, അതല്ലെങ്കിൽ മറ്റൊരു പേര് ആവറേജ് ഏജ് ഓഫ് ഇൻവെൻ്ററി, അതല്ലെങ്കിൽ സ്റ്റോക്ക് കൺവേർഷൻ പീരീഡ് എന്നൊക്കെ പറയുന്നത്. സോ നമ്പർ ഓഫ് ടൈംസിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആണ്. നമ്പർ ഓഫ് മന്തിലോ ഡേയിലോ അല്ലേ, നമ്പർ ഓഫ് ആ പീരീഡിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അത് സ്റ്റോക്ക് കൺവേർഷൻ പീരീഡാണ് അല്ലേ, അല്ലെങ്കിൽ സ്റ്റോക്ക് കൺവേർഷൻ അല്ലേ, ഏജ് ഓഫ് ഇൻവെൻ്ററി ആണ്, സ്റ്റോക്ക് ടേൺ ഓവർ പീരീഡാണ്. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ടു കൺവേർട്ട് സ്റ്റോക്ക് ഇൻ ടു ക്യാഷ് അറ്റ് എ ടൈം. സ്റ്റോക്ക് വെലോസിറ്റി ഉദ്ദേശിക്കുന്നത് ഒരു തവണ സ്റ്റോക്ക് കൺവേർട്ട് ചെയ്തു വരാൻ എത്ര ദിവസം, എത്ര മാസം എടുക്കും എന്നുള്ളതാണ് കാൽക്കുലേഷൻ. സ്റ്റോക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 365 ഡിവൈഡഡ് ബൈ STR, 365 ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എത്ര ദിവസം എന്ന് കിട്ടും. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ 2 ആണെന്ന് വിചാരിക്കുക. 2 times ആണെങ്കിൽ നമ്മൾ 365/2 അല്ലേ, ഇപ്പോൾ 182 പോയിൻറ്റ് സംതിങ് കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും ദിവസം എടുക്കും എന്ന് പറയാം. അതല്ലെങ്കിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാവുന്നത് സ്റ്റോക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. 12 ഡിവൈഡഡ് ബൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് മന്ത്സ് കിട്ടും. 12 ഡിവൈഡഡ് ബൈ നേരത്തെ നമ്മൾ 2 സമയമാണെങ്കിൽ 6 എന്ന് കിട്ടും. 6 എന്താണ്? 6 മാസമാണ്. ഓക്കെ, അനദർ ഇക്വേഷൻ ഈസ് ആവറേജ് സ്റ്റോക്ക്. ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ തന്നാലല്ലേ നമുക്ക് നേരിട്ട് ഡിവൈഡഡ് ബൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. അങ്ങനെ തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇക്വേഷനിലൂടെ തന്നെ ചെയ്യാം. ഇക്വേഷൻ ഇതാണ്, സ്റ്റോക്ക് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇൻറ്റു 365. ഈ ഫിഗേഴ്സൊക്കെ നമുക്ക് അറിയാം അല്ലേ. ആവറേജ് സ്റ്റോക്കും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡും എന്തിനു ഉപയോഗിക്കുന്നതാണ്? സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോക്ക് ഉപയോഗിക്കുന്നതാണ്. അവിടെ നമ്മൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്കാണ് ചെയ്തത്. അതൊന്നും തിരിച്ചിടുക അല്ലേ. കോസ്റ്റ് ഓഫ് ആവറേജ് സ്റ്റോക്ക് ഡിവൈഡ് ബൈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നിടുക ഇൻറ്റു 365 ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യേണ്ടി വരും? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 365 എന്ന് ചെയ്യേണ്ടി വരും അല്ലേ. അതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതേപോലെ തിരിച്ച് ഇക്വേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ആൻഡ് സ്റ്റോക്ക് വെലോസിറ്റി. ഓക്കെ, here in this example, calculate stock turnover ratio and stock velocity, opening stock, purchase, carriage, sales, closing stock. Okay, ഇവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻറ്ററി, ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് 40,000 പ്ലസ് പർച്ചേസ് 1,20,000 പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസ് കാരേജ് ഉണ്ട് അല്ലേ 10,000 മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് 30,000. അപ്പോൾ നമുക്ക് 1,40,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കിട്ടും. ആവറേജ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് 40 പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് 30/2 ഈസ് ഈക്വൽ ടു 70/2 35. So stock turnover ratio is 1,40,000 divided by 35,000 is equal to 4. It is expressed in number of times, so 4 times. Then stock velocity, number of days ആണെങ്കിൽ 365 divided by 4 is equal to 91 days approximate, or 12/4. 12 number of months in a year ആണ്, 365 number of days in a year ആണ്. അപ്പോൾ 12/4 ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും. ആ 3 എന്ന് പറയുന്നത് number of months ആണ്. Okay, this is how we will calculate stock turnover ratio. Another example, calculate stock turnover ratio and stock velocity. Okay, opening stock, purchase, carriage, sales, closing stock. Okay, details ഒക്കെ തന്നിട്ടുണ്ട്. Calculate stock turnover ratio and stock velocity. Stock turnover ratio means cost of goods sold divided by average inventory. Cost of goods sold ഏതൊക്കെ വരും? Opening stock പ്ലസ് പർച്ചേസ് പ്ലസ് കാരേജ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ആവറേജ് ഇൻവെൻറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, നിങ്ങളൊന്ന് സോൾവ് ചെയ്യുക, ആൻസർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ ഈ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ കമൻറ്റിൽ തന്നെ ഇടുക. ഓക്കെ, താങ്ക് യു.